السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ഇരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിന് ശേഷം നമ്മുടെ ഖുർആൻ പഠന സംരംഭം പുനരാരംഭിക്കുകയാണ്. ഈ രംഗത്ത് ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. സൂറത്ത് അംബിയ ആണ് റമദാനിന് മുമ്പ് തുടങ്ങി വെച്ചത്. 20 ആയത്ത് വരെ നമ്മളെടുത്തു. ഇനി 21 മുതലാണ് ഇന്ന് എടുക്കേണ്ടത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم اتخذوا آلهة من الأرض هم ينشرون. لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. لا يسأل عما يفعل وهم يسألون. أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അല്ലാഹു തആല ആകാശഭൂമികളെ വെറുതെ തമാശയായി കളിയായി സൃഷ്ടിച്ചതല്ല. അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനിഷ്ടമുള്ള മറ്റു പലതും ചെയ്യുമായിരുന്നു. എന്നാൽ അതൊന്നുമല്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല. ഹക്ക് അല്ലാഹു തആല നിശ്ചയിച്ചാണ് അവതരിപ്പിച്ചത് മാത്രമാണ് ഹക്ക്. ആ ഹക്ക് മാത്രമാണ് ഇവിടെ നിലനിൽക്കുക. ബാത്തിലെല്ലാം തകർന്നടിഞ്ഞ് ഇല്ലാതായി പോകുന്നവ തന്നെയാണ് എന്ന് കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും അതെല്ലാം നിങ്ങൾക്ക് നാശമാണ് അതുവഴി വന്നു ചേരാൻ ഉള്ളത്. റബ്ബിന്റെ പക്കലുള്ള മലക്കുകൾ യാതൊരു അഹങ്കാരവുമില്ലാതെ യാതൊരു മടിയുമില്ലാതെ അവർ സദാസമയം റബ്ബിന്റെ ഇബാദത്തിലായി മുഴുകിയിരിക്കുന്നു. രാവും പകലുമെല്ലാം അവർ തസ്ബീഹ് ചെയ്യുന്നു. അവർക്കതിൽ യാതൊരു തളർച്ച പോലും ക്ഷീണം പോലും ഉണ്ടാകുന്നില്ല, മടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി അല്ലാഹു തആല ഈ ആയത്തുകളിൽ തൗഹീദ് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്.
അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി ഹും യുൻശിറൂൻ. അമിത്തഖദു അതല്ല അവർ സ്വീകരിച്ചിരിക്കുകയാണോ, അം ഇത്തഖദു അതോ അവർ സ്വീകരിച്ചിരിക്കുകയാണോ ആലിഹത്തൻ ഇലാഹുകളെ മിനൽ അർളി ഭൂമിയിൽ നിന്നുള്ള ഇലാഹുകളെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ? മനുഷ്യരായും കല്ലുകളായും മരങ്ങളായും അതേപോലെ മറ്റു പല സൃഷ്ടികളെയും ഒക്കെ മനുഷ്യർ ആരാധ്യരായി സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ഭൂമിയിൽ നിന്നുള്ള ഇലാഹുകളെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ? ഹും യുൻശിറൂൻ അവരാണോ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവർ, അവരാണോ പുനർജീവിപ്പിക്കുന്ന ആളുകൾ? മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവരൊക്കെ വീണ്ടും ജീവിപ്പിക്കുന്നവർ നിങ്ങൾ ഈ സ്വീകരിച്ച ഇലാഹുകളാണോ? അല്ലാന്ന് ഉറപ്പാണ്. കാരണം അവരും മരിച്ചവരാണ്. ആ ഇലാഹുകളും കുറച്ച് കഴിഞ്ഞാല് മരിച്ചു പോകുന്നു ഇവർ സ്വീകരിച്ച ആരാധ്യന്മാർ. അപ്പൊ എന്നിരിക്കെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഇലാഹായി മാറുക? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അഹും യുഹ്യൂനൽ മൗത വയൻസുറഹും മിനൽ അർളി. ആ ഇലാഹുകളാണോ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? അവരാണോ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ഇവരെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? അതൊന്നും അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ആരാധ്യരായി മാറും? സൃഷ്ടിക്കാൻ കഴിയാത്ത ആ സൃഷ്ടികളെ പുനർജീവിപ്പിക്കാൻ കഴിയാത്ത ഒരാളെങ്ങനെയാണ് ഇലാഹായി സ്വീകരിക്കുക? എന്നാൽ അതൊന്നുമില്ലാത്തവരെയാണ് ഇവർ ആരാധ്യരായി സ്വീകരിച്ചിരിക്കുന്നത്. അമിത്തഖദു മിനൽ അർളി ആലിഹ അവർ ഭൂമിയിൽ നിന്ന് ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണോ? അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി അവർ ഭൂമിയിൽ നിന്ന് ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണോ? ഹും യുൻശിറൂൻ അവരാണോ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവർ? നൻശറ യുൻശിറു ഉയർത്തെഴുന്നേൽപ്പിക്കുക. അതെ, ഉയർത്തെഴുന്നേൽപ്പ് അല്ല, അൻഷറ എന്ന് പറയുന്നതാണ് മരിച്ചോലെ ജീവിപ്പിക്കുന്നതാണ്. മരണശേഷം രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് ആ വാക്ക് സാധാരണ ഉപയോഗിച്ചു പോരുന്നത്. അല്ല, അതും പറയാം, മരിച്ചോലെ ജീവിപ്പിക്കുന്നല്ലോ. മരിച്ചോലെ ഇവിടെ ആരും ഇത് ശൈഖന്മാരും ഇവിടെ ജീവിപ്പിക്കുന്നില്ല. ഇതേപോലെ തട്ടിപ്പൊട്ടിപ്പ് നടത്തുന്നല്ലാതെ അല്ലീബിനെ കറാമത്ത് മുഴുവത്തോടുണ്ടാവണം. അത് റബ്ബിൽ നിന്നാണ്, അത് ഇലാഹിന്റെ മാത്രമാണ്. കറാമത്ത് മുഴുവത്തായിട്ട് പക്ഷേ മരിച്ചോ ജീവിപ്പിച്ചേക്കാം, അത് പഠിച്ചൊരു പ്രവർത്തനാണ്. ഇവരെല്ലാതാനും ഈസാ നബി സല്ലല്ലാഹു മരിച്ചോ ജീവിപ്പിക്കുമായിരുന്നു പറഞ്ഞു. അവിടെ ഈസാ നബി അല്ല ജീവിപ്പിക്കുന്നത് അവിടെ പഠിച്ചവനാണ്. അപ്പൊ ഇഹ്യാ എന്നുള്ളത് ജീവിപ്പിക്കുക എന്നുള്ളത് പഠിച്ച റബ്ബിന് മാത്രം, ഇലാഹിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്, മറ്റാർക്കുമില്ല. കറാമത്ത് കൊണ്ടോ മുഴുവത്ത് കൊണ്ടോ ഒരു പക്ഷേ മരിച്ചോ ജീവിപ്പിച്ചേക്കാം. അവിടെ ആ ആളല്ല പ്രവൃത്തി ചെയ്യുന്നത് അള്ളാഹുവാണ്. ഇത് ഞാനാണ് വാദിച്ചാലോ അതോട് കഴിയും ചെയ്തു. അത് റബ്ബിന് മാത്രമുള്ളതാണ് ജീവിപ്പിക്കുക, മരിപ്പിക്കുക എന്നിവയൊക്കെ പടച്ച റബ്ബിന് മാത്രം ഉള്ളതാണ്. അപ്പൊ ഇവർ സ്വീകരിച്ച ആരാധ്യന്മാർ, ആ ആരാധ്യന്മാർ ആരെങ്കിലും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവരാണോ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരാണോ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഇലാഹായി മാറുക? അപ്പൊ ഇലാഹിന് മാത്രമുള്ളതാണ് അത് എന്നാണ് അതിന്റെ ഒരു മറുവശം. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. എന്നാൽ ലൗ കാന ഫീഹിമാ ഈ ആകാശഭൂമികളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ആലിഹത്തുൻ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാർ ഇലാഹുകൾ ആകാശഭൂമികളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദതാ ആകാശഭൂമിയും ഫസാദാകുമായിരുന്നു, നശിക്കുമായിരുന്നു. അപ്പൊ ഒറ്റ ഇലാഹായെങ്കിലേ ഇത് നിലക്കൊള്ളൂ. ആകാശം ഭൂമി നിലനിൽക്കണമെങ്കിൽ സർവാധിപത്യമുള്ളവൻ ഏകനായിരിക്കണം. ഒരേ അധികാരമുള്ള ഒന്നിലേറെ ഇലാഹുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് നശിക്കും. കാരണം ഒരു ഇലാഹാകുമ്പോൾ ആ ഇലാഹ് ഉദ്ദേശിച്ചതെല്ലാം നടക്കണം. അപ്പൊ ഒരു ഇലാഹ് മഴ പെയ്യാൻ ഉദ്ദേശിച്ചു, മറ്റൊരു ഇലാഹ് മഴ പെയ്യണ്ടെന്ന് ഉദ്ദേശിച്ചു. ഇലാഹാണെങ്കിൽ ആ ഇലാഹിന്റെ ഉദ്ദേശം നടന്നേ പറ്റുള്ളൂ. അപ്പൊ രണ്ടുകൂടെ ഒപ്പം നടക്കുമോ? ഇല്ല. രണ്ടാൾ ഒന്ന് നടന്നാലോ മറ്റൊരു ഇലാഹല്ലാതായി മാറും. രണ്ടും ഒപ്പം നടക്കുക എന്നുള്ളത് ഉണ്ടാവുകയില്ല. ഇനി രണ്ടും നടക്കാതെ പോയാലോ അതും അസംഭവ്യമാണ്.
അപ്പൊ അതുകൊണ്ട് ബുദ്ധിപരമായി തന്നെ അള്ളാഹ് സ്ഥാപിക്കുന്നു, ഒന്നിലേറെ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശഭൂമികളൊക്കെ തകർന്നടിയുമായിരുന്നു. അപ്പൊ ആകാശഭൂമി തകർന്നടിഞ്ഞിട്ടില്ല, അത് നിലക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇവിടെ ഒറ്റ ഇലാഹേ ഉള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഇതെന്നോ തകർന്നു പോകും. സമാനമായ കുറെ പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. അല്ലാഹു വത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദൽ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വല അലാ ബഅദുഹും അലാ ബഅദിൻ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ 91 ആയത്ത്. അല്ലാഹുവിന്റെ കൂടെ മറ്റു ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ഇലാഹും അവർ സൃഷ്ടിച്ചതുമായി പോകുമായിരുന്നു. ഒരാൾ മറ്റൊന്നിന്റെ മേലെ ആധിപത്യം നേടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നില്ല. അല്ലാഹു തആല ഇത്ര പരിശുദ്ധനാണ്. എന്നിട്ടും ആളുകളെ പലരെയും ആരാധ്യരായി സ്വീകരിക്കും. സൃഷ്ടിക്കാത്ത, സംരക്ഷിക്കാത്ത, മരിപ്പിക്കാൻ കഴിയാത്ത, ജീവിപ്പിക്കാൻ കഴിയാത്ത ദുർബലന്മാരായ സൃഷ്ടികളെ ഇലാഹാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ കൊണ്ടടക്കുന്നു. അതൊന്നും ഇലാഹല്ല. നീ സാക്ഷാൽ ഇലാഹ് കണ്ടിട്ടുണ്ടായാലോ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്യും. അപ്പൊ ഇതൊന്നും തകർന്നിട്ടില്ല, തകരുന്നില്ല. ആകാശഭൂമി കൃത്യമായി മുന്നോട്ട് പോകുന്നു. അതിനർത്ഥം ഇതെല്ലാം നിയന്ത്രിക്കുന്ന യന്താവ് ഏകനാണ്. ഇതിനെല്ലാം സത്താവും പരിപാലകനും ഏകനാണ് എന്നാണ് ഇതൊക്കെ നിലനിൽക്കുന്നു എന്നത് അറിയിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എന്നോ തകർന്നു പോകേണ്ടതായിരുന്നു. ലൗ കാന ഫീഹിമാ ആലിഹ, ലൗ കാന ഫീഹിമാ, ഇത് രണ്ടിലും ഐ ഫിസ്സമാഇ വൽ അർളി, ആകാശത്തും ഭൂമിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തുണ്ടായിരുന്നുവെങ്കിൽ ആലിഹത്തുൻ, ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, ല ഫസദതാ, അത് രണ്ടും ഫസാദാവുക തന്നെ ചെയ്യുമായിരുന്നു. ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ഫസുബ്ഹാനല്ലാഹ് എന്നിരിക്കെ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. റബ്ബിൽ അർശ്, അർശിന്റെ റബ്ബായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അമ്മാ യസിഫൂൻ, അവനെ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ അല്ലാഹു എത്ര പരിശുദ്ധനാകുന്നു. അവന് പറഞ്ഞുണ്ടാക്കുക അല്ലാഹുക്ക് പങ്കുകാരുണ്ട്, ശരീക്കുണ്ട്, അവന് മക്കളുണ്ട്, അവന് തുല്യന്മാരുണ്ട്, അല്ലാഹ് കാണും പോലെ കാണുന്നവരുണ്ട്, അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ട് എന്നൊക്കെ അവർ അല്ലാഹിനെ പറ്റിയാണോ പറഞ്ഞുണ്ടാക്കുന്നത്? പടച്ച റബ്ബിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാകുന്നു. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. എന്നാൽ ലാ യുസ്അലു, അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുക ഇല്ല. അമ്മാ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെടുക ഇല്ല. വഹും യസ്അലൂൻ, അവരാകട്ടെ ചോദിക്കപ്പെടുന്നവരാണ് താനും. അല്ലാഹുക്ക് ഇഷ്ടമുള്ളതും ചെയ്യാം. ഫഅലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് അല്ലാഹു തആല. എന്റെ അല്ലാഹ് അങ്ങനെ ചെയ്തു, എന്റെ അല്ലാഹ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദ്യമില്ല. അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. എല്ലാം അവന്റെ പടപ്പുകളാണ്. ആകാശം ഭൂമിയും അതിനെ മുഴുവനും അവൻ പടച്ചതാണ്. അതുകൊണ്ട് അവന്റെ പടപ്പുകളിൽ അവൻ എന്തും പ്രവർത്തിക്കാം. ഏതിനെയും ജീവിപ്പിക്കാം, ഏതിനെയും മരിപ്പിക്കാം, ഏതിനെയും നശിപ്പിക്കാം, ഏതിനെയും അവിടെ രണ്ടാമത് കൊണ്ടുവരാം. അതൊക്കെ റബ്ബിന് ഇഷ്ടം. എന്താ അല്ലാഹ് അങ്ങനെ ചെയ്തു, എന്റെ അല്ലാഹ് അങ്ങനെ ചെയ്തു, അത് അനീതിയല്ലേ, ഇത് അക്രമല്ലേ? ആ ചോദ്യമില്ല. പടച്ച റബ്ബ് ഇഷ്ടമുള്ള എന്തും പ്രവർത്തിക്കാം. അത് ചോദിക്കാൻ ആരുമില്ല. റബ്ബിനേക്കാളും മേലെ ആരുമില്ലല്ലോ. റബ്ബിനേക്കാൾ മേലെ ആരുമില്ല. അവിടെ അല്ലാഹുക്ക് എന്തും ചെയ്യാം. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റി ചോദിക്കപ്പെടുകയില്ല. കാരണം അല്ലാഹുവാണ് ഹാക്കിം, അവനാണ് എല്ലാത്തിനും മേലെ. അതാണ് ഇബ്നു കസീർ പറഞ്ഞത്, ഹുവൽ ഹാക്കിം അല്ലദി ലാ മുഅഖിബ ലഹുക്മി വലാ യഅ്തിറു അലൈഹി അഹദുൻ. അല്ലാഹുവാണ് ഹാക്കിം. ആ ഹാക്കിമിന് പിന്നെ അതിനപ്പുറത്തേക്ക് ഹുക്മിനപ്പുറം പറയാൻ ഒരാളും തന്നെ ഇല്ല. അവനോട് എതിര് പറയാൻ ആരുമില്ല. ലിഅളമതിഹി വജലാലിഹി വകിബ്രിയാഇഹി വഉലുവിഹി വഹിക്മതിഹി വഅദ്ലിഹി വലുത്ഫിഹി. അല്ലാഹു നീതിമാനാണ്, അവൻ കാരുണ്യമുള്ളവനാണ്, അവൻ മഹത്വമുള്ളവനാണ്, അവനാണ് എല്ലാ മേന്മയും എല്ലാ മഹത്വവും ഉടയവൻ. ആ റബ്ബ് എന്തു ചെയ്താലും അത് ചോദ്യം ചെയ്യാൻ പിന്നെ ആരും തന്നെ ഇല്ല. എന്നാൽ വഹും യുസ്അലൂൻ, അവരാകട്ടെ ചോദിക്കപ്പെടുന്നവരാണ് താനും. അവരെന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തിനു ചെയ്തു എന്നൊക്കെ അല്ലാഹ് ചോദിക്കും. അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് സൃഷ്ടാവിന് ചോദിക്കാം, സൃഷ്ടാവിന് സൃഷ്ടിയോട് ചോദിക്കാം, നീ എന്തിന് അത് പ്രവർത്തിച്ചു, നീ ആര് പറഞ്ഞിട്ടാ നീ ചെയ്തത്, എന്തിനു അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം. എന്നാൽ റബ്ബിനോട് ചോദ്യം ചെയ്യാൻ, അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ ആരും തന്നെ ഇല്ലതാനും. അമിത്തഖദു മിൻ ദൂനിഹി ആലിഹ, വീണ്ടും അല്ലാഹ് പറയാണ് അമിത്തഖദു, ഇനതല്ല അവർ സ്വീകരിച്ചിരിക്കുകയാണോ
മിൻ ദൂനിഹി അല്ലാഹുവിന് പുറമെ ആലിഹത്തൻ ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണോ എങ്കിൽ ഖുൽ ഹാതു ബുർഹാനക്കും നബിയെ താങ്കൾ പറയുക ഹാതു നിങ്ങൾ കൊണ്ടുവരിക ബുർഹാനക്കും നിങ്ങൾ തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ. ഇതൊക്കെ ഇലാഹാണെങ്കിൽ എന്താ തെളിവുള്ളത്? ബുദ്ധിപരമായി അല്ല സ്ഥാപിച്ചു, ന്യായമല്ല പറഞ്ഞു. അല്ല മാത്രമേ ഇലാഹുള്ളൂ, ഏക ഇലാഹ ഉണ്ടാകുള്ളൂ, ഒന്നിനും ഇലാഹുണ്ടായാൽ ആകാശം ഭൂമിയും തകരും എന്ന് ബുദ്ധി കൊണ്ടും അതേപോലെ യാഥാർത്ഥ്യമുള്ളതോടെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇതൊക്കെ ഉണ്ടായിട്ടും എന്നാലും ലാത്തയെയും മുസയെയും മനാത്തയെയും ഒക്കെ ഇലാഹകളായി സ്വീകരിക്കുന്ന അന്നത്തെ മക്കയിലെ മുശ്രിക്കുകൾ, അതിനുശേഷം ലോകത്ത് പലജാതി മനുഷ്യന്മാർ പലതരം ആരാധനന്മാർ സ്വീകരിക്കുന്നവർ, ഈ ന്യായങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഇനിയും നിങ്ങൾ ഇലാഹകൾ സ്വീകരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങൾ തെളിവ്. ഇതൊക്കെ ഇലാഹ എന്ന് പറയാൻ എന്താ ന്യായമുള്ളത്, എന്താ തെളിവുള്ളത്? നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു നബിയെ. ഖുൽ ഹാതു ബുർഹാനക്കും നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങൾ തെളിവുകളെ. ഹാദാ ദിക്റു മൻ മഇയ വ ദിക്റു മൻ ഖബ്ലി. ഹാദാ ഇത് ഈ ഖുർആൻ ദിക്റു മൻ മഇ ഇത് എന്റെ കൂടെയുള്ളവർക്കുള്ള ഉത്ബോധനമാണ്. വ ദിക്റു മൻ ഖബ്ലി എന്റെ മുൻപുള്ളവരുടെ ഉത്ബോധനവും ഇത് തന്നെയാകുന്നു. തൗറാത്തിലും ഇൻജീലിലും സബൂറിലും എല്ലാം പറഞ്ഞത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. എനിക്ക് ഖുർആനിൽ പറയാനുള്ളത് ഈ ആശയമാണ്. അല്ലാഹ് മാത്രമേ ഇലാഹുള്ളൂ, റബ്ബല്ലാത്ത ഒരാൾ ഇലാഹാവുകയില്ല. അങ്ങനത്തെ ഇലാഹുണ്ട് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ, അത് സാധ്യവുമല്ല. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല. വദിക്റു മൻ ഖബ്ലി എന്റെ മുമ്പുള്ളവരുടെയും ഉത്ബോധനം ഇത് തന്നെയാകുന്നു. അഥവാ തൗറാത്തിൽ, ഇൻജീലിൽ, സബൂറിൽ എല്ലാം ഫകുല്ലു കിതാബിൻ ഉൻസില കുല്ലു നബിയ്യിൻ ഉർസിൽ നാതിഖുൻ ബിഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ ഇറക്കപ്പെട്ട എല്ലാ കിതാബും എല്ലാ റസൂലുമാരും അവരൊക്കെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ല. വലാകിൻ അൻതും അയ്യുഹൽ മുശ്രികൂൻ ലാ തഅലമൂനൽ ഹഖ്ഖ. എന്നാൽ നിങ്ങൾ സത്യമറിയാതെ ആ സത്യത്തിനെതിരായി നിങ്ങൾ സംസാരിക്കുകയാകുന്നു. അതാണ് ഹാദാ ദിക്റു മൻ മഇയ വ ദിക്റു മൻ ഖബ്ലി എന്റെ കൂടെയുള്ളവർക്കുള്ള ഉത്ബോധനം ഇതാണ്, എന്റെ മുമ്പുള്ളവരുടെയും ഉത്ബോധനം ഇത് തന്നെയാണ്. പക്ഷേ ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്ഖ എന്ന് അവരിൽ ഭൂരിപക്ഷം ആളുകളും ഹഖ് അറിയുന്നില്ല. ഫഹും മുഅ്രിദൂൻ അതിനാൽ അവർ അവഗണിച്ചു പോവുകയാകുന്നു, തിരിഞ്ഞു കളയാകുന്നു. അവിടെ നിന്നും മനസ്സിലാക്കാതെ ഇതൊന്നും ആലോചിക്കാതെ വാപ്പ ഇലാഹിനെ സ്വീകരിച്ചു, മക്കളും ആ വഴിക്ക്, കാരണന്മാരെ ഒരു ഇലാഹിനെ സ്വീകരിച്ചു, അവരാ വഴിക്ക്. നാട്ടിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും ഒരു ഇലാഹിന്റെ പിന്നാലെയാണ്. എന്നാ പിന്നെ നമ്മളും അതിന്റെ പിന്നാലെ. ബാക്കിയൊന്നും ആലോചിക്കാതെ ഇതെങ്ങനെ ഇലാഹാകുമെന്നോ അങ്ങനെ ഇലാഹാകാൻ വകുപ്പുണ്ടോ എന്നോ അങ്ങനെ ഒന്നിലാണ് ഇലാഹ് ഉണ്ടാകാൻ പറ്റുമോ ഇല്ല എന്നോ അതൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ അവരങ്ങനെ ഇതിനൊക്കെ തിരിഞ്ഞു കളഞ്ഞ് അവരാ പോകുന്ന പോക്കങ്ങനെ പോവുകയാകുന്നു എന്നാണ് അമ്പ് ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. വല്ലാഹു അഅലം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു ഫകുല്ലു നബിയ്യിൻ ബഅസഹുല്ലാഹു യദ്ഉ ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ ലാ ശരീക ലഹു. അല്ലാഹു നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും ക്ഷണിച്ചത് റബ്ബിനെ മാത്രം ആരാധിക്കുക, അവര് പങ്കുകാരില്ല എന്ന ആശയത്തിലേക്കാണ്. വൽ ഫിത്രതു ഷാഹിദത്തുൻ ബിദാലിക അയ്ളാ മനുഷ്യ പ്രകൃതിയും അത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വൽ മുശ്രികൂന ലാ ബുർഹാന ലഹും റബ്ബിൽ പങ്കു ചേർക്കുന്ന, ബഹുദൈവങ്ങളെ സ്വീകരിക്കുന്ന, പലരെയും ആരാധിക്കുന്ന മുശ്രിക്കീങ്ങൾക്ക് യാതൊരു തെളിവും തന്നെ അതിലില്ല എന്നാണ് ഇതിലൂടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത്. അടുത്ത ആയത്തിലുമൊക്കെ ഇതിന്റെ പൂർത്തീകരണം തന്നെയാണ് പറയുന്നത്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون
أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون سبحانك اللهم